ഷാർജയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവം ഭർതൃപീഡനത്തെ തുടർന്നാണെന്ന പരാതി. കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശി രജിത ഭവനിൽ വിഭജിക മണിയൻ, മകൾ വൈഭവി നിതീഷ് എന്നിവരെയാണ് അൽ നഹദിലെ താമസ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭർതൃപീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. ഇതുമായി ബന്ധപ്പെട്ട വിഭജികയുടെ ശബ്ദ സന്ദേശവും കുടുംബം പുറത്തുവിട്ടു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് UAE എംബസി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകി. അച്ഛന് കുറേ കാശ് വേണം, വലിയ വണ്ടി വേണം, വലിയ ഫ്ലാറ്റ് വേണം, സുഖിക്കണം, മകൾക്ക് ഒരു ബോഡി ഗാർഡിനെയും വേണം. എൻ്റെ ലോക്കറിൻ്റെ കീ അയാളുടെ കയ്യിലായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല. എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല. ഇത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞാണ് എന്ന ചിന്ത നിതീഷിനില്ല. സ്വയം അടിച്ചു പൊളിച്ച് നടക്കണം. ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം. കുഞ്ഞ് ആയതിനു മുമ്പ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞായതിനു ശേഷം അവനും കൂടെ ചേർന്നു. പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ വിഭജിക ഇക്കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലാർക്കായിരുന്നു വിഭജിക. ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷ് വലിയ വീട്ടിലാണ് ഭർത്താവ്. ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നാണ് വിവരം. 7 വർഷമായി വിഭജിക UAEയിലാണ് ജോലി ചെയ്യുന്നത്. 4.5 വർഷം മുമ്പായിരുന്നു വിവാഹം. വിവാഹമോചനത്തിനായി ഇരുവരും നിയമ നടപടികൾ ആരംഭിച്ചിരുന്നതായും വിഭജിയുടെ ബന്ധുക്കൾ പറയുന്നു. അതേസമയം മരണകാരണം ഷാർജ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷാർജ അൽ ഖാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ജൂലൈ 16-ന് നാട്ടിലെത്തിക്കാനാകുമെന്നാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.